ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നമ്മളെ തലശ്ശേരി നാട്ടിലെ ചീനച്ചട്ടിലി വീത്തിയൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. നമ്മളിതിന് ചീനച്ചട്ടിലി വീത്തി എന്നാണ് പറയാൻ. പിന്നെ അപ്പോൾ ഇതുപോലത്തെ നാടൻ റെസിപ്പിക്ക് വേണ്ടിയിട്ട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കമൻറ്റ് ബോക്സിലല്ല, പിന്നെ ഇങ്ങനെ വാട്സപ്പ് വഴിയിലാണ്ട് കുറേ ആൾ ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇതുപോലത്തെ റെസിപ്പികളെല്ലാം ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടതാണ്. നല്ല ടേസ്റ്റാണ് ഈ ഒരു ചീനച്ചട്ടിലി വീത്തിയത്. അപ്പോൾ ഇതിന് പ്രത്യേക പേരൊന്നുമില്ല, നമ്മൾ പണ്ടേ പറയുന്നത് ചീനച്ചട്ടിലി വീത്തി എന്നാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് പച്ചരിയാണ് എടുത്തത്. 2 കപ്പ് പച്ചരി ഞാൻ ഒരു 4 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചതാണ്. കുതിർക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ 4 മണിക്കൂർ ഇടായിട്ടുണ്ട്. നമുക്കിതൊന്ന് കഴുകിയതിന് ശേഷം അരച്ചെടുക്കാം. അപ്പോൾ ഞാനിത് അരി നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു സവാള ചെറുതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കുക. ഇതിന് പകരം നിങ്ങൾക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ. ചെറിയ ഉള്ളി ഒരു 10 എണ്ണം ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് 1 കപ്പ് ചിരണ്ടിയ തേങ്ങ ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് 1 കപ്പ് ചോറ്, ഒരു 2 അല്ലെങ്കിൽ 2.25 ടീസ്പൂണ് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 2.25 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു അപ്പം. അപ്പോൾ നമ്മൾ ദോശയും എല്ലാം കഴിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ല ടേസ്റ്റായിട്ടുള്ളൊരു അപ്പമാണിത്, നമ്മൾ ഈ ചീനച്ചട്ടിയിൽ വീത്തിയത്. പിന്നെ ഞാനിത് 2 മാതിരി കാണിക്കുന്നുണ്ട്, ഒന്ന് കുക്കറിലും കാണിക്കുന്നുണ്ട്, ഒന്ന് ചീനച്ചട്ടിയിലും കാണിക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം നന്നാ കൂടിപ്പോയും വേണ്ട, നന്നാ കുറയും വേണ്ട, ഒരു കണക്കിന് അരി മുങ്ങുന്ന വിധത്തിലായിരിക്കും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിത് അരി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള അരിയും ഇതുപോലെ അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ മുഴുവൻ അരിയുടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ചീനച്ചട്ടിയിൽ വിത്തി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിതാ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കണ്ട, കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. കുറേ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാവ് ഒഴിച്ച് കഴിഞ്ഞാൽ ചുറ്റിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് അരച്ച മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 സ്പൂണും പിന്നെ കുറച്ചും കൂടിയിട്ടാണ് ഒഴിച്ചു കൊടുത്തത്. നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അത്രയും ഒഴിച്ചു കൊടുക്കുക. ഞാനൊരു 1.5 കയ്യിലാണ് ഒഴിച്ചു കൊടുത്തത്. അങ്ങനെ കൂടുതലൊന്നുമില്ല, ചെറിയ കയ്യിലാണ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. നമ്മൾ വെള്ളാപ്പലം ഉണ്ടാക്കുമ്പോൾ ചുറ്റിച്ചു കൊടുക്കുന്നില്ല, അതുപോലെ ചുറ്റിച്ചു കൊടുക്കാൻ. എന്നിട്ട് ഇതൊരു മൂടി കൊണ്ട് അടച്ചു വെക്കുക. എന്നിട്ട് സൈഡിൽ നിന്ന് ഇളകി വരും. അപ്പോൾ ആ സമയത്ത് നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കാം. എന്താ കണ്ടില്ല, സൈഡിൽ നിന്നെല്ലാം ഇളകി വന്നിട്ട് നമുക്കിത് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഭാഗം ഒന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നെ ഈ ദോശ മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നെയ്യും കൂടി ഫുള്ളായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ ചുറ്റിച്ച് കൊടുത്തിട്ടൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം. അപ്പോൾ ഇത് നമ്മൾ അപ്പയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ഇതുപോലെ ചുട്ടെടുക്കുക. പിന്നെ ഞാൻ കുക്കറിൽ ഉണ്ടാക്കുന്ന പറഞ്ഞിട്ടില്ല, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നുണ്ട് അതെങ്ങനെ ഉണ്ടാക്കുന്നത്. അതും നല്ല എളുപ്പമാണ്. ഇത് ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. ഇത് ദോശനേക്കാളും നല്ല രസമാണ് ഇത് കഴിക്കാൻ. പിന്നെ ഈ ഒരു അപ്പം മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം മൂടി വെക്കേണ്ട ആവശ്യമില്ല, നമ്മൾ മാവ് ഒഴിച്ചു കൊടുത്താൽ മാത്രം മൂടി വെച്ചാൽ മതി. ഇനി അടുത്തതായിട്ട് നമുക്ക് കുക്കറിൽ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു കുക്കർ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. കുക്കറിൽ ഉണ്ടാക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ ചെറിയ തീയിലായിരിക്കണം ഇത് ചുട്ടെടുക്കേണ്ടത്. കുക്കർ ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക, ഒരു 2 ടീസ്പൂൺ മതി. ഇനി ഈ നെയ്യ് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. ഈ കുക്കറിൻ്റെ ഒരു ഹാഫ് ഭാഗം വരെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് മുറിച്ച് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം. ഞാൻ നൈസായിട്ട് അരിഞ്ഞ ഉള്ളിയാണിത്. എന്നിട്ട് ഈ നെയ്യിൽ ഇതുപോലെ ഒന്ന്
മുരിച്ചെടുക്കുക. ഒരു ചെറിയൊരു ബ്രൗൺ കളറാകുന്ന വരെ ഒന്ന് ഇതുപോലെ മുരിച്ചെടുക്കുക. അതിന് ശേഷം നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മളെ ഉള്ളിയുടെ പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. കൂടുതലായിട്ട് കരിച്ചെടുക്കൊന്നും വേണ്ട. ഇതുപോലെ തന്നെ ആയിരിക്കണം. ചെറുതായിട്ടൊരു കളറ് മാറുന്നത് വരെ ഒന്ന് പൊരിച്ചെടുക്കാൻ നോക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാനിതാ ഒരു 3 കയ്യിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാൻ. അതിന് ശേഷം നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മതി. അപ്പോൾ ഇത് വെന്തിനെന്ന് അറിയണമെങ്കിൽ ഈ സൈഡിൽ നിന്നെല്ലാം ഒന്ന് ഇളകി വരും. ആ സമയത്തായിരിക്കണം നമ്മൾ ഫ്ലെയിം ഓഫായി കൊടുക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ നടുവും കൂടി വെന്തിനെ നോക്കണേ. ഒരു കത്തി വെച്ചിട്ടെങ്ങാനും കുത്തിയിട്ട് നോക്കണം. അല്ലെങ്കിൽ കൈ വെച്ചിട്ട് തന്നെ നമുക്ക് ഒരു വിരലുകൊണ്ടൊന്ന് പ്രസ് ചെയ്താൽ നമുക്ക് മനസ്സിലാവുമല്ലോ വെന്തിനെന്ന്. ഇനി ഇതിൻ്റെ വിസിലൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാനിത് വിസിലെല്ലാം അയച്ചു വെച്ചിട്ടുണ്ട്. വിസിലിൻ്റെ ഒന്നും ആവശ്യമില്ല ഇനി. ഇനി ഇതൊരു 5 അല്ല 10 മിനിറ്റ് അത്രയേ വേണ്ടൂ. അതിൽ കൂടുതലൊന്നും വേണ്ട. പെട്ടെന്ന് തന്നെ വെന്തോളും. ഞാനിതാ ചെറിയ തീയിലാണ് വെച്ച് കൊടുത്തത്. അപ്പോൾ ഇതാ ഒരു 10 മിനിറ്റ് ആകാനായിട്ടുണ്ട്. 10 മിനിറ്റ് ആയിട്ടില്ല. 10 മിനിറ്റ് ആകുന്നതിന് മുന്നേ ഈ ഒരു അപ്പം ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് കണ്ട സൈഡിൽ നിന്നെല്ലാം ഇളകി വന്നിട്ടുണ്ട്. നടുവിൽ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇത് അടുക്കി പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ തിരിച്ചിട്ട് കാണിച്ചു തരാം. പിന്നെ ആ ഉള്ളിൻ്റെ ആ ഒരു കളറേ ഉള്ളൂ. ചെറുതായിട്ട് ആ ബ്രൗൺ കളറായിട്ട് വന്ന ആ ഒരു കളറേ ആയിട്ടുള്ളൂ. വേറെ കരിഞ്ഞു പോയിട്ടൊന്നുമില്ല. അപ്പോൾ ഈ 2 രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചീനച്ചട്ടിയിൽ വീത്തിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.